السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പാലക്കാട് ജില്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഫാമിലി കോൺഫറൻസിൽ പങ്കെടുക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പിതാവിൻ്റെ മരണം ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുകയുണ്ടായി, അറിയിക്കുകയുണ്ടായി. അള്ളാഹു ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ഈ സന്തോഷത്തിൻ്റെ സംഗമത്തിൽ ഇത്രയും അധികം പരിചയക്കാർക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന സൗഖ്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും മാത്രം സാധിച്ച ഒരു കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹുവേ, ഇഹലോകത്തും പരലോകത്തും നിന്നോട് ഞാൻ സൗഖ്യം ചോദിക്കുന്നു എന്നത് ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരു മഹാസമ്മേളനത്തിൽ വന്നിരിക്കുവാൻ കിട്ടിയ ഈ ആരോഗ്യപരമായിട്ടുള്ള സൗഭാഗ്യം നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുകയും തീർച്ചയായും അതിനെ സന്തോഷത്തോടുകൂടെയും നന്ദിയോടുകൂടെയും ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഫെബ്രുവരിയിൽ ഒരു വലിയ മഹാസംഗമത്തിന്, ഇതുപോലെ ഒന്നിച്ചു ചേരാനുള്ളൊരു സംഗമത്തിന്, യുവാക്കളുടെ ഒരു മഹാസംഗമത്തിന്, യൂത്ത് കോൺഫറൻസിന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിലാണ് നമ്മുടെ യുവാക്കൾ. ഇങ്ങനെയുള്ള ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലുള്ള സ്നേഹ സംഗമങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകുവാനും പ്രബോധന പ്രവർത്തനങ്ങൾക്കും വ്യക്തിജീവിത വിശുദ്ധിക്കുമെല്ലാം നിരന്തരം പ്രചോദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ രാവ്, ഈ പരിപാടി അവസാനിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വാഹനങ്ങളിൽ തിരിച്ചു പോകുമ്പോൾ ഒരു ചൈതന്യത്തോടുകൂടെ ഇനി നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന ചിന്തയോടുകൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം സമാധാനപൂർണമായ ഒരു ജീവിതം ഇനിയും സാധ്യമാകണമെന്ന പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ തിരിച്ചു പോകാനിരിക്കുന്നത്. സഹോദരങ്ങളെ, കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് ഫാമിലി കോൺഫറൻസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഫാമിലി കോൺഫറൻസ് ഇത്രയധികം വ്യാപകമായി എല്ലാ ജില്ലകളിലും ഇതുപോലെ മഹാസംഗമങ്ങളായി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും സമ്മേളനങ്ങളെല്ലാം സമ്മേളനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടെ തന്നെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ഫാമിലി കോൺഫറൻസ്. കാരണം പുറത്ത് നടക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഫാമിലിയെ ബാധിക്കും. കഴിഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ അതാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്ര കുടുംബങ്ങൾ ഉണ്ടാവും? ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാനൊന്ന് ചോദിക്കാണ് നിങ്ങളോട്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് എത്ര പേർ ആത്മധൈര്യത്തോടു കൂടെ പറയും എന്നൊരു ആത്മവിചാരണയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ സ്വർഗം, ഈ ഭൂമിയിലെ സുഖം, ഈ ഭൂമിയിലെ സന്തോഷം അനുഭവിക്കുന്ന അപൂർവ സൗഭാഗ്യവാന്മാരാണ് അവരെന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ ഒരു ഭംഗി വാക്കിന് പറയല്ല. പുറത്തെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമെന്നത് സത്യസന്ധമായി അനുഭവത്തിൻ്റെയും അതേപോലെ തന്നെ ആലോചനയുടെയും വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭർത്താവ് ഇപ്പോൾ ഫോൺ ചെയ്യാറില്ല എന്നാണ്. 2 മാസമായിട്ട് ഫോൺ ചെയ്യില്ല, അങ്ങോട്ടേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഒരു പൈസ പോലും വീട്ടിലേക്ക് അയക്കുന്നില്ല എന്ന്. എന്തേ കാരണം എന്നറിയോ? മകൾക്കൊരു പ്രേമമുണ്ട്, അവൾക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശിയുണ്ട്. അതുകൊണ്ട് അവൾ അവനെ കല്യാണം കഴിക്കില്ലെന്ന് പറയുന്നുവോ അന്നേ ഞാൻ വീട്ടിലേക്ക് വിളിക്കൂ, ഞാൻ വീട്ടിലേക്ക് വരൂ. ആ തീരുമാനം ശരിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അയാൾ പറയുന്ന ന്യായം, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഈ നാട്ടിൽ വന്ന് പ്രവാസ ജീവിതം നയിച്ച് ഭാര്യ
എടുത്തു തരുന്ന ഒരു ചായ പോലും കുടിക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടി അയക്കുന്ന ഈ ചോരനീരായ പണമുണ്ടല്ലോ, അതൊക്കെ ചെലവഴിച്ച് പഠിച്ചിട്ട് കോളേജിൽ പോകുന്ന ഡിഗ്രിക്ക് ചേർക്കുന്ന അന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്, നീ അവിടെ പോയാൽ നിനക്ക് പഠിക്കാം, നിനക്ക് ഡിഗ്രി നേടാം, ജോലി നേടാം, പക്ഷേ ആ ക്യാമ്പസിലെ ഒരു ആൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ അന്ന് മുതൽ ഞാൻ നിന്റെ പിതാവാവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ അവളെ ആ കോളേജിൽ ചേർത്തത്. അതുകൊണ്ട് എനിക്കത് പാലിച്ചേ പറ്റൂ. അവൾ എന്ന് മാറ്റി പറയുന്നുവോ അന്നേ ഞാൻ വീട്ടിലേക്ക് വരൂ, വീട്ടിലേക്ക് വിളിക്കൂന്നാണ്. അപ്പൊ ആ വീട് പ്രതിസന്ധിയിലായില്ലേ? പുറത്ത് നടക്കുന്ന ഈ ആൺ പെൺ ബന്ധങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ആർക്കും എന്തുമാകാം. ആണ് പെണ്ണിന്റെ തോളിൽ പിടിച്ചാൽ എന്ത്, അടുത്തിരുന്നാൽ എന്ത്, ബസ് സ്റ്റോപ്പിൽ മടിയിലിരുന്നാൽ എന്ത് എന്ന് നിരന്തരം ചോദിച്ച് 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 നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇറങ്ങി വരുമ്പോൾ നടക്കുമ്പോൾ അവർക്ക് ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതായി മാറി. ഈ ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെയായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർ സുഹൃത്തുക്കളായി. ആ സൗഹൃദം പ്രേമമായി. വേർപ്പെടാൻ പറ്റാത്ത ബന്ധങ്ങളായി. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തി. അപ്പൊ ആൺ പെൺ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നില്ലേ? എല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക് വരും. നമ്മുടെയൊക്കെ കയ്യിൽ ഫോണില്ലേ സുഹൃത്തുക്കളെ? ഫോണിന്റെ ഉപയോഗത്തിലൂടെ ആരും കാണാതെ ഫോണിന്റെ സ്ക്രീനിൽ അശ്ലീലങ്ങൾ കണ്ട് 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 അശ്ലീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയി ഭർത്താവ്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്തേ എന്നോട് മിണ്ടാത്തത്, എന്നോട് സംസാരിക്കാത്തത്, എന്റെ കൂടെ ഉറങ്ങാൻ താല്പര്യമില്ലാത്തത് എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി എന്താണെന്ന് അയാൾ ഒന്നും പറയുന്നില്ല. ഒരു മൗനം, പെട്ടെന്നുള്ളൊരു മാറ്റം. വർഷങ്ങളോളം കാണാത്തൊരു മാറ്റം എന്തേ ഭർത്താവിന് വരാൻ? സ്വകാര്യമായി ഫോണെന്ന് ചെക്ക് ചെയ്തപ്പോൾ വൃത്തികേടുകൾ നിറഞ്ഞു കിടക്കുകയാണ് ഫോണിൽ. അത് കുടുംബത്തിലേക്ക് വന്നില്ലേ സുഹൃത്തുക്കളെ? അവളിപ്പോൾ ആ റൂമിൽ കയറാറില്ല, അയാളോടൊപ്പം ഉറങ്ങാറില്ല, അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല. ഞാൻ അതാ പറഞ്ഞത്, പുറത്തു നടക്കുന്നതെല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക് വരും. എല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക് വരും. നമ്മുടെ കുടുംബത്തിലേക്ക് വരാത്തതൊന്നുമില്ല. ലഹരി നമ്മുടെ കുടുംബത്തിലേക്ക് വരില്ലേ? നിങ്ങൾ ആ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി നോക്കൂ. നിങ്ങൾ ആ പൂട്ടിയിട്ട ഗേറ്റിനപ്പുറത്ത് കണ്ണീരോടെ കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെ കാണാം. അവിടെ കുടുംബം തകർന്നത് മകൻ ഉപയോഗിച്ചൊരു കഞ്ചാവിലാണ്, MDMA-യിലാണ്, ലഹരിയിലാണ്. നാട്ടിൽ നടക്കുന്നതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരും, നമ്മുടെ കുടുംബത്തിലേക്ക് വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ കുടുംബങ്ങളും പ്രതിസന്ധിയിലാണ്, എല്ലാ കുടുംബങ്ങളും പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസ് വെച്ചത്. പരിഹാരമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും പരിഹാരമുണ്ട്. എന്താ സുഹൃത്തുക്കളെ പരിഹാരം? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു. നല്ല എന്തൊരാരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് അയാൾ എന്ന് പറയും. നല്ല ആരോഗ്യമുള്ള, ആരോഗ്യം കൊണ്ട് അയാൾ വെറുതെ ഇരിക്കല്ല, അയാൾ നല്ല അധ്വാനിക്കും, പണിയെടുക്കും. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അദ്ദേഹം ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയുമായി പ്രശ്നമാണ്, അദ്ദേഹത്തിന്റെ തൊഴിലിടത്ത് പ്രശ്നമാണ്, അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കടമാണ്, അദ്ദേഹത്തിന് ചെറിയ ലഹരിയുടെ ദുശീലമുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരം പറയണമെങ്കിൽ തന്നെ മണിക്കൂർ വേണം. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ പറഞ്ഞ് എന്ന് തീരും എന്നങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇയാളുടെ പ്രശ്നങ്ങളുടെ കാരണം ഇതൊന്നല്ല സുഹൃത്തുക്കളെ. എന്താ അറിയൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തഖ്വയില്ലാതെ, സൂക്ഷ്മതയില്ലാതെ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാതെ ഒരു ബർക്കത്തുണ്ടാവില്ല. അള്ളാഹ് കൊടുക്കാത്തൊരു ബർക്കത്ത്, ഒരു അനുഗ്രഹം ലോകത്ത് ആർക്കാണ് സുഹൃത്തുക്കളെ വാങ്ങിക്കൊടുക്കാൻ പറ്റുക? അപ്പൊ നമ്മുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളുടെ കാതൽ നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മുടെ ജീവിതം നന്നാക്കണം. സ്വകാര്യതയിലെ തോന്നിയാസങ്ങളെ നമ്മൾ കൈവെടിയണം. ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ലോകത്തെ ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പ്രബോധനം ചെയ്തപ്പോൾ എല്ലാ ജനങ്ങളോടും ഒന്നിച്ചു പറയാണ്, ഈ മഹാജനങ്ങളോടും അതന്നെയല്ലേ നമുക്ക് പറയാറുള്ളത്. ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടും. സുഹൃത്തുക്കളെ, ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന് നമുക്ക് ഇത്ര നല്ല സൗകര്യങ്ങൾ തന്ന പടച്ചവൻ നോക്കി നിൽക്കെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ്. അവൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഹറാമുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കനിയുമോ നമ്മളിൽ? അവൻ കടാക്ഷിക്കുമോ നമ്മളിൽ? പുറത്ത് കാണുന്ന ഈ മുഖമല്ല നമുക്കുള്ളിലെങ്കിൽ
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ഉറപ്പ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് അള്ളാഹു നല്ലൊരു ജീവിതം കൊടുക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനും അള്ളാഹു മഖ്റജ് കൊടുക്കും. അവന്റെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പോംവഴി കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്, പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അവൻ ഒരിക്കലും കണക്ക് കൂട്ടാത്ത വഴിയിലൂടെ അവൻ അള്ളാഹു റിസ്ക് കൊടുക്കുന്നതാണ്. എന്താ സുഹൃത്തുക്കളെ ആ വചനമൊക്കെ? അള്ളാഹിനെ സൂക്ഷിക്കുന്നവന് അള്ളാഹു അവന്റെ കാര്യത്തിൽ എളുപ്പം ഏർപ്പെടുത്തി കൊടുക്കും. യുസ്ര, അവന്റെ ജീവിതം സുന്ദരമായി സുഖമായി അങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വിവേചനപരമായ സത്യാസത്യങ്ങൾ ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള അവസരം അള്ളാഹു ഉണ്ടാകും. അതിലേറെ മനോഹരമാണ് ഈ വചനം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് പരമകാരുണ്യകൻ സ്നേഹം നൽകും. പരമകാരുണ്യകൻ സ്നേഹം നൽകും. ആ സ്നേഹം നമ്മുടെ ശരീരത്തിൽ ഇറങ്ങിയാൽ, നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങിയാൽ സുഹൃത്തുക്കളെ സൗഭാഗ്യകരമായ ഒരു ജീവിത സാധ്യവും. അവിടെ മടങ്ങുക. എവിടെയാണ് തെറ്റെങ്കിൽ നിങ്ങൾ മടങ്ങുക. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം എന്താ പറയുക, ഭർത്താവ് കൊണ്ടുവരുന്ന പണം ഹലാലല്ലെന്ന് 100% എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ കാലിൽ കിടത്തി മലന്ന് കിടക്കുന്ന കുട്ടിക്ക് ഭക്ഷണം അലിച്ചു കൊടുക്കുമ്പോൾ പോലും ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും, പടച്ചോനെ ഇത് നിനക്ക് പൊരുത്തമില്ലാത്തതാണല്ലോ എൻ്റെ കുട്ടിക്ക് കൊടുക്കണത് എന്ന്. ആ സ്ത്രീയുടെ ഒരു സങ്കടം എത്രയാണ്. അവർക്കുള്ള ബോധം, അവർക്ക് ഈ റേഡിയോ മറ്റൊക്കെ കേട്ടുണ്ടായ ബോധം ഭർത്താവിന് എത്തിയിട്ടില്ല. അയാൾ കൊണ്ടുവരുന്നത് നിഷിദ്ധമാണെന്ന് ഉറപ്പ്. ഞാൻ അതാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ ആലോചിക്കണം. അള്ളാഹു തരില്ല അനുഗ്രഹം. നിങ്ങൾക്ക് ലോൺ ഉണ്ടോ സുഹൃത്തുക്കളെ? പലിശ ഉണ്ടോ? നിങ്ങൾ എത്ര കാലം അടച്ചാലും എത്ര തന്നെ കഷ്ടപ്പെട്ടാലും തീരാത്തത് എന്തേ? അള്ളാഹുവിന് പൊരുത്തമില്ലത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം ഇറങ്ങാവുന്ന ഒരിടമാകാൻ നമ്മുടെ വീടുകൾക്ക് പറ്റണം. അപ്പൊ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേ സ്വകാര്യ ജീവിതത്തിലെ തിന്മകളോട് വിട പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയാൽ നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ആ സൗഭാഗ്യത്തിന്റെ സമാരംഭം വീട്ടിൽ ആരംഭിച്ചിരിക്കും. നമ്മുടെ വീടുകളിൽ അത് വേണം. ഈ മാറ്റമാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്തായാലും സുഹൃത്തുക്കളെ, അറിയില്ല. ആളുകൾക്ക് അറിയില്ല. ഒരു നല്ല ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, അതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അറിവ് നമുക്കില്ല എന്നാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി നമ്മുടെ യൂത്തിൻ്റെ കുട്ടികൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തവും വ്യതിരിക്തവുമായ പരിപാടി. അതിലൊന്നായിരുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള പ്രീ മെരിറ്റൽ കൗൺസിലിംഗ്. അതിൽ ഈ ആൺകുട്ടികളുടെ സെഷനിൽ കുറച്ചധിക സമയം അവരുമായിട്ട് ചോദ്യോത്തരങ്ങളായിട്ട് ഇൻട്രാക്ഷൻ നടത്താൻ അവസരം കിട്ടി. അപ്പം ഞാൻ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ, കുറേ സമയം അവർ ചോദ്യങ്ങൾ ചോദിച്ചു. അവരൊക്കെ വിവാഹം കഴിക്കാത്തവരാണ്. ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ വിവരം ഈ കുട്ടികൾക്ക് നൽകാതെ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പൊന്നോമന പെൺകുട്ടികളെ ഇവർക്ക് നിങ്ങൾ കൊടുക്കരുത്. എനിക്ക് അന്ന് മനസ്സിലായ ഒരു സത്യമാണത്. കാരണം തരും, അത്രമാത്രം അറിവില്ലായ്മ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു വിവാഹത്തെ കുറിച്ച്. അതവരെ ചോദ്യങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുന്നു. നമ്മൾ എത്ര സ്നേഹത്തോടെ വളർത്തുന്ന ഈ പൊന്നോമന മക്കളെ ഇവരെ കയ്യിൽ കൊടുത്താൽ അവർക്കൊരു ജീവിതം കിട്ടില്ല. ചിലപ്പോൾ അവർ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഉമ്മ എന്തിനെ കല്യാണം കഴിച്ചു കൊടുത്തത്? എന്തിനാ വാപ്പ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്? ഞാൻ എത്ര സമാധാനമായിട്ട് ജീവിക്കായിരുന്നു എന്ന് നിങ്ങളെ പെൺമക്കൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കൈ പിടിച്ചേൽപ്പിച്ചവനെ എന്താണ് ദാമ്പത്യം എന്നറിയില്ല, എന്താണ് ഭർത്താവ് എന്നറിയില്ല, എന്താണ് ഭാര്യ എന്നറിയില്ല. അതാണ് പ്രശ്നം. അത് സുഹൃത്തുക്കളെ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലേ നടക്കുള്ളൂ. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാതെയാണ് ഉമ്മന്റെ വയറ്റിൽ നിന്ന് വന്നത്. ഒന്നും നമുക്ക് അറിയില്ല. ഒക്കെ അറിയാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തു അറിയോ? വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവും തന്നു. ഈ 3 വഴിക്കല്ലാതെ ഒരു വിവരം മനുഷ്യനക്ക് കയറൂല. ഒന്നില്ലെങ്കിൽ കണ്ണിലൂടെ, അല്ലെങ്കിൽ കാതിലൂടെ, അല്ലെങ്കിൽ ഹൃദയത്തിലൂടെ. ഇതിലൂടെ കിട്ടാത്ത ഒന്നും മനുഷ്യൻ അറിയില്ല സുഹൃത്തുക്കളെ. ഒരു രഹസ്യമാണ്. എന്നാലും ഞാൻ നിങ്ങളോട് ഈ മഹാസദസ്സിൽ പറയാം.
അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് ചികിത്സ നടത്തുന്ന ഡോക്ടർ ഒരിക്കൽ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ആളുകളെ ഞങ്ങൾ വിളിച്ചിട്ട് ആദ്യം ഒരു കൗൺസിലിംഗ് ആണ് കൊടുക്കുക. ആ കൗൺസിലിംഗിൽ എന്താ ചോദിക്കാന്നറിയ സുഹൃത്തുക്കളെ, സ്ത്രീ പുരുഷന്മാർ നടത്തുന്ന ശാരീരിക ബന്ധം നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ അതിൽ വിജയിച്ചിട്ടുണ്ടോ എന്നാ ചോദിക്കുക. ആ ഡോക്ടർ പറഞ്ഞ വിവരമാണ് ഞാൻ നിങ്ങളോട് തെറ്റായി പറയലട്ടോ. 10 വർഷമായിട്ട് ഒരു ശാരീരിക ബന്ധം പോലും വിജയകരമായി നടത്താത്ത ദമ്പതികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയും എന്ന് വിചാരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനാവുമ്പോൾ പഠിപ്പിച്ചും പറഞ്ഞുകൊടുത്തും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അറിഞ്ഞും മാത്രമേ ഇത് കിട്ടുള്ളൂ. തൊട്ട് മുമ്പ് നടന്ന ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിൽ ആൺകുട്ടികൾക്കുള്ളൊരു സെഷൻ ക്ലാസ് ഫുള്ള് കേട്ടിട്ടാണ് ഞാൻ അവിടെ ക്ലാസ് കയറിയത്. അതിൽ ഒരു യഥാർത്ഥത്തിൽ എന്താണ് ഈ ശാരീരികമായ ബന്ധമെന്നതിൻ്റെ ശാസ്ത്രീയമായ വശം അദ്ദേഹം PPT ആയി ശരിക്ക് ഇതിലിട്ടിട്ട് സ്ക്രീനിലിട്ട് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യത്തിൽ സുഹൃത്തുക്കളെ ആ വിവരങ്ങളൊക്കെ ആർക്കാണ് അറിയുക? ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ചോദിക്കുന്നത് എന്തിനാണ് ഒരു വിവാഹം? സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, വിവാഹം കൊണ്ട് കിട്ടുന്നത് മറ്റൊന്നുകൊണ്ടും കിട്ടില്ല. വിവാഹം കൊണ്ട് കിട്ടുന്നത് മറ്റൊന്നുകൊണ്ടും കിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞൊരു ദിവസം ഞാൻ പരിചയപ്പെട്ടു, കൈയില്ല കുട്ടിക്ക്, കാലില്ല കുട്ടിക്ക്, അവന് കിടക്കാൻ മാത്രമേ പറ്റൂ. അത്രമാത്രം ഡിസബിലിറ്റിയുടെ ആളാണ്, ഒരൊന്നുമില്ല, ഇങ്ങനെ കിടക്കാനേ പറ്റൂ. കുറേ സമയം അവനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവൻ എന്നും എന്നെ ഫോൺ വിളിക്കും. അപ്പൊ ഇന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വിവാഹം കഴിക്കണം എന്ന്. ഇന്നെ ആരെങ്കിലും സ്വീകരിക്കുമെന്നാണ്. ചോദിച്ചാൽ എന്ത് വിവാഹം കഴിക്കണമെന്ന് മോൻ ചിന്തിക്കാൻ കാരണം? അപ്പൊ അവൻ പറഞ്ഞു, വിവാഹം കഴിക്കാതെ എങ്ങനെ ജീവിക്കും? എൻ്റെ ഉമ്മയാണ്, 65 വയസ്സായ ഉമ്മയാണ് ഞാൻ ബാത്റൂമിൽ പോയാൽ കഴുകിത്തരുന്നത്, എൻ്റെ വായിൽ ഭക്ഷണം വെച്ച് തരുന്നത്. എൻ്റെ ഈ സ്വകാര്യതകൾ ഉമ്മ കണ്ണടച്ചാൽ ആരുണ്ട് എനിക്ക് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയുണ്ട് സുഹൃത്തുക്കളെ? കൂടെ ഒരാൾ എല്ലാ രഹസ്യങ്ങൾക്കും കാവലായി, ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിന്റെയും പാതിയായി ഒരാൾ വേണം. നമ്മുടെ പെൺകുട്ടിയൊക്കെ അറിയില്ല. ഉമ്മാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് അവളോട് പറയണം. നിങ്ങൾക്ക് അറിയോ, വിവാഹം കഴിക്കണമെന്ന് 25-കാരിയായ പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താൻ മണിക്കൂറുകളോളം അവൾക്ക് മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നു ഇന്ന് കൗൺസിലർമാർ. ഒരു ഉമ്മയോട് ഞാൻ പറഞ്ഞു, 26 കൊല്ലം മകളായി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് വിവാഹത്തിലൂടെ മാത്രമേ മോളെ നല്ലൊരു ജീവിതമുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉമ്മ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. അത് 25 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. സുഹൃത്തുക്കളെ, വിവാഹം കൊണ്ട് കിട്ടുന്നത് മറ്റൊന്നുകൊണ്ട് കിട്ടില്ല. എന്താ മറ്റൊന്ന്? നിങ്ങൾക്കറിയാലോ, നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും എന്താന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലുള്ള ഇടങ്ങേറൊക്കെ മറ്റുള്ളവരോട് പറയാൻ. അപ്പൊ സുഹൃത്തുക്കളെ, പറയാൻ എത്ര ആളുണ്ട്? വാപ്പല്ലേ പറയാൻ, ഉമ്മല്ലേ പറയാൻ, സുഹൃത്തുക്കളില്ലേ, കൂട്ടുകാരില്ലേ? എന്താ പിന്നെ എന്തേ സഹോദര, കല്യാണത്തിന്റെ ആദ്യ രാത്രി ഉറങ്ങാതെ ലൈറ്റ് അണക്കാതെ വർത്തമാനം പറഞ്ഞു കിടന്നത് എന്തുകൊണ്ടാണ് വർത്തമാനം പറഞ്ഞു കിടന്നത്? ഉമ്മയുണ്ടായിരുന്നില്ലേ, വാപ്പയുണ്ടായിരുന്നില്ലേ? വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനോട്, പ്രിയതമനോട് പറയുവാനുള്ള സ്വകാര്യതകളെ ഒരു 19 വയസ്സ് വരെ ആ പെൺകുട്ടി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അത് അവൾക്ക് പറയണം. അവനും പറയാനുണ്ട് 25 കൊല്ലത്തെ ജീവിതം. അവർക്ക് തമ്മിൽ മാത്രമേ അത് പറയാനാവൂ. അത് ഉമ്മനോട് പറയാൻ പറ്റൂല, അത് വാപ്പനോട് പറയാൻ പറ്റൂല, സുഹൃത്തുക്കളോട് പറയാൻ പറ്റൂല. അപ്പോൾ മനസ്സിലുള്ളത് പറയാൻ ഒരാൾ വേണം. അതാണ് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. ആണിനെയും പെണ്ണിനെയും അള്ളാഹു അത്ഭുതകരമായ പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ട് ഒപ്പം വിട്ടത് എന്തിനാ അറിയോ? ലിതസ്കുനൂ ഇലൈഹ, അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി. സുഹൃത്തുക്കളെ, എല്ലാം അവിടുന്ന് കിട്ടുള്ളൂ. ഒരാൾ നമ്മുടെ കൂടെ നിന്ന് പോരാൻ ഭാര്യക്കും ഭർത്താവിനെ പറ്റുള്ളൂ. ഹൃദയം തുറന്ന് സ്നേഹം പങ്കിട്ട് ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ഇണ വേണം. മൂന്നാമത്തൊരു കാര്യം കൂടി ഉണ്ട്, വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ നടക്കാത്ത കാര്യം. അതാണ് സുഹൃത്തുക്കളെ ലൈംഗികത. ഈ ലോകത്ത് അള്ളാഹു നമുക്ക് വിവാഹത്തിലൂടെ അനുവദിച്ചു തന്നതാണത്. അതിനാണ് വിവാഹമെന്ന് റസൂലുള്ള പറഞ്ഞു. അഗല്ലുലിൽ ബസർ അഹ്സനുലിൽ ഫർജ്, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും കണ്ണുകളെ താഴ്ത്താനും. എന്നാ ഒരു കാര്യം കൂടുതൽ മനസ്സിലാക്കിക്കോളിയും, ഒരു പക്ഷേ ഇതല്ലാത്ത പല ലൈംഗിക സംതൃപ്തിയുടെ മാർഗങ്ങളും ഇന്ന് സമൂഹം സ്വീകരിക്കുന്നുണ്ട്. ഹോമോസെക്സ് ഉണ്ട്, സ്വവർഗരതിയുണ്ട്.
അതേപോലെ തന്നെ സ്വയംഭോഗമുണ്ട്, മൃഗരതിയുണ്ട്, ശവരതിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അറിയ സുഹൃത്തുക്കൾ, ഇതിലൊക്കെ പെട്ടുപോയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ആസ്വാദകരമായ ലൈംഗിക ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ പ്രകൃതിയിൽ അള്ളാഹു അതിനുവേണ്ടി സൃഷ്ടിച്ചത് ആൺപെൺ ബന്ധത്തെയാണ്. പറ്റൂല. അശ്ലീലങ്ങൾ കണ്ടുറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് സ്വന്തം ഭാര്യയിലൂടെ സംതൃപ്തനാകാൻ സാധ്യമല്ല. ചെറുപ്പകാലത്തിൽ ഹോസ്റ്റലിലും അവിടെവിടങ്ങളിൽ ഉറങ്ങി സ്വവർഗരതി ശീലിച്ച ഒരുത്തന് ഒരിക്കലും തന്റെ ഭാര്യയോടൊപ്പം ഒരു ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് സമാധാനകരവും സന്തോഷകരവും ആസ്വാദകരവുമായ ഈ ലോകത്ത് അല്ലാഹു അനുവദിച്ച ദാമ്പത്യമില്ലേ, അത് ഇവിടെ നിന്ന് അനുഭവിക്കാൻ വിവാഹത്തിലൂടെ പറ്റുള്ളൂ. ഇപ്പൊ വിവാഹം കൊണ്ട് നേടാവുന്ന കാര്യം മറ്റൊന്നുകൊണ്ടും നേടില്ലെന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. സുഹൃത്തുക്കളെ, സത്യത്തിൽ ഈ കുടുംബപരമായ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ തോന്നാറുള്ളൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ തലമുറക്ക് വന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റം അറിയില്ല എന്നുള്ളതാണ്. ഈ മഹാസമ്മേളനത്തിൽ ഇത്രയായിരം ആളുകൾ നിൽക്കുമ്പോൾ നമ്മളെങ്കിലും ഈ തലമുറയുടെ മാറ്റം അറിയണം. അതറിഞ്ഞെങ്കിലേ നമുക്ക് ഈ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ്. ഇപ്പോൾ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, അതിനു മാത്രം ലക്ഷങ്ങളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ സിനിമകൾ കാണുന്നത്. ഈ ഒരു പ്രസംഗം കൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ബോധത്തിന്റെ എത്രയോ ഇരട്ടി എതിർബോധമുണ്ടാക്കാൻ ഇവിടുത്തെ മീഡിയകൾക്ക് പറ്റും. എന്താ അറിയൂ, ഒരു മരുമകൾ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ ഒരു നാടകം പോലെ, സിനിമ പോലെ ചിത്രീകരിക്കുകയാണ്. അവൾക്ക് ഭക്ഷണം കൊടുക്കാത്തത്, അവളെ വീട്ടിൽ ഒറ്റപ്പെടുത്തുന്നത്, ഈ രംഗങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തായിരിക്കും ആ കാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്നിട്ട് എന്താ അറിയോ, ആ വീടിനെയും ഭർത്താവിനെയും വലിച്ചെറിഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുക. സിനിമ ഉണ്ടാക്കിയ ആള് പറഞ്ഞ എന്താ പറയുക, ഒരു 10 പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ, ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയാൽ, ഡൈവേഴ്സ് ആയാൽ എൻ്റെ സിനിമ വിജയിച്ചു എന്നാണ്. ഞാൻ ഈ മഹാസദസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താ സുഹൃത്തുക്കൾ, ഈ മരുമകൾ പ്രശ്നവും അമ്മായിമ്മ പ്രശ്നവും ഇന്നും നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഞാൻ വെറുതെ പറയല്ല. ചൊവ്വാഴ്ചകളിൽ റേഡിയോയിൽ ലൈവ് നടക്കലുണ്ട്. അപ്പൊ ഞങ്ങൾ ഓരോ വിഷയങ്ങൾ സെലക്ട് ചെയ്യും. അതിൽ ഈ മരുമകളുടെ വേദനകൾ സെലക്ട് ചെയ്താൽ ചോദ്യങ്ങളുടെ പരമ്പരയായിരിക്കും. ഞങ്ങൾ അമ്മായിമ്മമാർക്ക് ഒരു അവസരം കൊടുത്തു, പക്ഷേ എണ്ണപ്പെട്ട ചോദ്യങ്ങളെ കിട്ടിയുള്ളൂ. അപ്പോൾ അത്രമാത്രം പ്രയാസങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ്, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അമ്മായിമ്മ പ്രശ്നങ്ങൾക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷേ സിനിമ മുന്നിൽ വെക്കുന്ന ഡൈവേഴ്സ് ആണോ പരിഹാരം? ആ വീട്ടിൽ നിന്ന് കുട്ടികളെയും മക്കളെടുത്ത് ഇറങ്ങിപ്പോകാനാണ് പരിഹാരം? ഇറങ്ങിപ്പോകേണ്ട ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. ഈ ഫാമിലി കോൺഫറൻസ് പറയും അതിൻ്റെ പരിഹാരം. അമ്മായിമ്മമാർ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നതിന് ഉത്തരമുണ്ട്. ഒന്നാമത്തെ ഉത്തരം എന്താ പറയുക, മകൻ, കല്യാണം കഴിച്ച മകൻ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങാണ്. ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പിന്നെ ഭാര്യ നോക്കിയിട്ട് പറഞ്ഞു, ആ ഈ ഷർട്ടും പാൻറ്റും മതി എന്നാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഉമ്മ പറഞ്ഞ, ആ ഷർട്ട് എന്തോ അത്ര ഒരു സുഖമില്ലല്ലോ, ചുളിഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നാണ് മാറ്റിക്കൂടെ എന്ന്. ഓനെന്താ ചെയ്യുക പറഞ്ഞാണെങ്കിൽ എന്താണ് അവൻ ചെയ്യുക? ഞാൻ നിസ്സാരം പറഞ്ഞു, വളരെ നിസ്സാരം. ഇതെന്താ അറിയോ, രണ്ടാള് ഇഷ്ടപ്പെടുകയാണ്. മകൻ എന്ന നിലക്കുള്ള അങ്ങേയറ്റത്ത് ഇഷ്ടം, ഭർത്താവ് എന്ന നിലക്കുള്ള അങ്ങേയറ്റത്ത് ഇഷ്ടം. രണ്ടാളും മകനുണ്ട് സ്നേഹിക്കാനും ചോദിക്കാനും തുടങ്ങിയാൽ അതിൻ്റെ ഇടയ്ക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പൊ എന്താണ് ഇവർ ചെയ്യല്? ഒന്നില്ലെങ്കിൽ ഇവൻ ഉമ്മൻ്റെ ഒപ്പം നിൽക്കണം. ഉമ്മൻ്റെ ഒപ്പം നിൽക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഉമ്മ മതിയെങ്കിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഉമ്മ മതിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ കൊടുന്നിട്ട് എന്ന് അവൾ ചോദിക്കും. അപ്പൊ പിന്നെന്താ പരിഹാരം? ഭാര്യ മതി. അത് ചില ആളുകൾ തീരുമാനിക്കും. ഓൻ ഭാര്യനെയും കൂട്ടിണ്ട് ഇറങ്ങും. അപ്പൊ നാട്ടുകാർ പറയും, ഉമ്മനെ കെട്ട് അവൻ പോയി എന്നൊരു അപമാനം അവനെ കുറിച്ച് എല്ലാവരും പറഞ്ഞെന്ന് വരും. അവന്റെ ഭാര്യ അവനെ ഇറക്കിക്കൊണ്ടുപോയി എന്ന് പറയും. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ ദീനിയായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉമ്മനി വാപ്പനെ ഇട്ട് പോകാൻ പറ്റൂല. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കാന്നറിയോ? കുറിച്ച് വെച്ചോളൂ. മരുമകളോട് മാന്യമായി പെരുമാറാത്ത ഉമ്മമാർ കുറിച്ച് വെച്ചോളൂ, നിങ്ങളുടെ യുവാവായ മകൻ ഭ്രാന്തനാകും, മാനസിക രോഗിയാകും, അവൻ മരുന്നിനടിമയാകും, അവൻ രാവിലെ ജോലിക്ക് പോകാൻ പറ്റാത്തവനാകും. അല്ലാതെ അവൻ എന്തു ചെയ്യും? ഭാര്യയെയും ഉമ്മയെയും ഒന്നിച്ച് നിർത്തുവാനുള്ള സമരത്തിൽ അവന് മാനസിക രോഗിയാവുകയേ നിവൃത്തിയുള്ളൂ. വിട്ടുവീഴ്ച ഭാര്യ കാണിക്കുന്നില്ല, വിട്ടുവീഴ്ച അത്രയും ഉമ്മ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ എൻ്റെ മുന്നിലിരുന്നു കൊണ്ട് കരഞ്ഞത്. കരഞ്ഞപ്പോൾ അവനൊരു മാനക്കട. കാരണം ഇത്രയും 35 വയസ്സുള്ള ഒരുത്തൻ കരഞ്ഞാൽ എന്താണ്? അവൻ മെല്ലെ കണ്ണ് തുടച്ചു, അവൻ കണ്ണ് പൊത്തിപ്പിടിച്ചു. മുന്നിലിരിക്കുന്ന ഞാൻ കരച്ചിൽ കാണാതിരിക്കാൻ
കരയുന്നുണ്ട് ഉമ്മമാരെ. നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ച നിങ്ങളുടെ മക്കൾ കരയുന്നുണ്ട്, ഭാര്യയെയും ഉമ്മയെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതിന്. എന്താ സുഹൃത്തുക്കളെ പരിഹാരം? എന്താ പരിഹാരം? പിന്നെയുമുണ്ട് ഉമ്മമാർക്ക് കാരണങ്ങൾ. എന്താണ്? നേരത്തെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം മകൻ കല്യാണം കഴിച്ച് ആനന്ദമായി ജീവിക്കുമ്പോൾ ഉമ്മക്ക് അസൂയയാണെന്നാണെന്നെങ്കിൽ വിചാരിച്ച അസൂയയല്ല. തനിക്കൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതിന്റെ വേദനകളും അസ്വസ്ഥതകളും അസമാധാനങ്ങളും മനസ്സിൽ വരുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും അവരറിയാതെ ചില വാക്കുകൾ പുറത്തു വരും. അത് മരുമകളോടായിരിക്കും, മകനോടായിരിക്കും. അധിക സമയം കൂടെയുള്ള മരുമകൾ അതൊക്കെ കേട്ട് സഹിക്കേണ്ടി വരും. ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന് പറയാനല്ല ഞാൻ. എന്താണ് സുഹൃത്തുക്കളെ പരിഹാരം? ഉമ്മമാരോട് ഞാൻ പറയാം, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അവർ വിചാരിക്കുന്നില്ലേ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വരണ്ടേ സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കഴുകി, നമ്മുടെ ബാത്റൂമുകൾ കഴുകി, അന്യ വീട്ടിൽ നിന്ന് വന്ന് നമ്മുടെ വീട്ടിൽ എല്ലാ സേവനങ്ങളും ചെയ്ത് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് വെള്ളം നാവിൽ തുട്ടുതരാൻ കൂടെ നിന്ന മകളോട് നല്ലൊരു വാക്ക് പറയാതെ കണ്ണടച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറുപടി പറയണ്ടേ? ഒരു ഹദീസ് കൂടെ പറയാം. വഹൽ യകുബ്ബുന്നാസ് അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. നരകത്തിക്ക് ഇങ്ങനെ മൂക്ക് കുത്തി വീഴുന്നവരുണ്ട്. വീഴാൻ കാരണം നാവുകൾ സമ്പാദിച്ചതാണ്. നാവിന്റെ കാരണം കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് വന്ന് മുഖം കുത്തി വീഴുന്നത്. വാക്കുകളെ സൂക്ഷിച്ചോളൂ സഹോദരിമാരെ. വാക്കുകൾ പറയുമ്പോൾ ഓർത്തോളൂ, നിങ്ങളുടെ മരുമകൾക്ക് മരിച്ചാലും മറക്കാനാവാത്ത ഒട്ടനവധി വാക്കുകൾ അവൾ മനസ്സിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അവളോട് ചെറുതായിട്ടൊന്ന് പോകുമ്പോൾ മോളെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് ക്ഷമിക്കണം കേട്ടോ എന്ന ഒരു വാക്കുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. മരിക്കാത്ത ഇന്നത്തെ രാത്രിയിൽ നാളെ ഒരു പക്ഷേ അതിന് പറ്റിക്കൊള്ളണമെന്നില്ല. തിരിച്ചു പറയാനുണ്ട്. ഉമ്മയെ നോക്കാൻ എന്തെങ്കിലും ബാധ്യതയുണ്ടോ മരുമകൾക്ക്? ചില മരുമക്കൾ അങ്ങനെ ചോദിക്കുന്നു. മരുമക്കളോട് ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ അയൽപക്കത്ത് മക്കളില്ലാത്ത 80 വയസ്സായ ഒരു സ്ത്രീ മലമൂത്രം വിസർജിച്ച് അതിൽ മരന്ന് കിടന്ന് ഭക്ഷണം കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കാൻ ബാധ്യതയുണ്ടോ നിങ്ങൾക്ക്? ബാധ്യതയുണ്ടോ സുഹൃത്തുക്കളെ? അയൽപക്കത്തൊരു ഉമ്മ കഷ്ടപ്പെട്ട് കിടന്നാൽ ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം കഴിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ഉമ്മയോട്, പ്രായമായ ഉമ്മയോട്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അവരോട് നിങ്ങൾക്ക് ബാധ്യതയില്ലെന്ന് എങ്ങനെ പറയും? ബാധ്യതയുണ്ട്. നാം എവിടെ ജീവിക്കുമ്പോഴും അവിടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലോകം മാറിയിട്ട് അതുകൊണ്ട് മരുമക്കൾ വീട്ടിൽ നിൽക്കണമെങ്കിൽ മാന്യമായി പെരുമാറണം. ചിലവർക്കൊക്കെ ഒരു ധൈര്യം ഉണ്ട്. എന്താ അറിയോ? മക്കൾ ഞവളൻ പോവാണെങ്കിൽ പോയിക്കോട്ടെ, അവർ വേറെ പെണ്ണ് കിട്ടും എന്ന് പറയും. ആലോചിക്കുക. നിങ്ങൾ വെറുതെ വിവാഹ പരസ്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. എന്താണ്? രണ്ടാമത്തെ വിവാഹത്തിനാണെന്ന് പറഞ്ഞ് വിവാഹ പരസ്യം ചെയ്ത് എത്ര ആളുകളാണ് സുഹൃത്തുക്കളെ കാത്തിരിക്കുന്നത്. എന്താ അറിയും? ഒന്നാമത്തെ ഭാര്യ പോയാൽ പിന്നെ വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ സംശയമാണ്. എന്തേ ഒന്നാമത്തെ ഭാര്യ പോയി എന്നുള്ള സംശയമാണ്. ഒരു പക്ഷെ ഒരു കാരണം ഉണ്ടാവില്ല. ആ സംശയം രണ്ടാമത് വരുന്ന പെൺകുട്ടിക്ക് മരണം വരെ തീരില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഒരു കുടുംബജീവിതം നഷ്ടപ്പെടുന്നതിൽ നമ്മൾക്ക് പങ്കുണ്ടോ എന്ന് ആലോചിക്കുക. തീർച്ചയായും ഈ മഹാസമ്മേളനം പിരിഞ്ഞു പോകുമ്പോൾ മരുമക്കളും അമ്മായിമ്മമാരും ഒന്നിച്ചു വന്ന ഈ സമ്മേളനത്തിൽ നിങ്ങൾ ഇവിടെ പങ്കെടുത്തവരാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും വലിയ സ്നേഹവും സൗഹാർദ്ദവും നിങ്ങൾ തമ്മിലായിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാനുള്ളത്. ഈ പുതിയ തലമുറയുടെ മാറ്റം മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാവൂല, ഒരു മക്കളും വിവാഹിതരായി മുന്നോട്ട് പോവില്ല. ഇനിയുമുണ്ട് സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തലമുറയുടെ മാറ്റം. നമ്മുടെ കുട്ടികൾ മാറി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ല, നമ്മുടെ കുട്ടികൾ മാറി എന്ന് പറഞ്ഞാൽ ഉമ്മ പനി പിടിച്ച് ഇടങ്ങാറായി ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ പോലും സുഹൃത്തുക്കളെ ഒന്ന് വന്ന് നോക്കണം എന്ന് മക്കൾക്ക് തോന്നാതിരിക്കുക. 16 18 വയസ്സായ പെൺകുട്ടികൾ മൊബൈൽ നോക്കി അങ്ങനെ ഇരിക്കുക. ഉമ്മ പനിച്ച് കിടക്കുന്നു, കൊട്ടത്തളത്തിൽ നിറയെ പാത്രങ്ങൾ കിടക്കുന്നു, വീട് മുഴുവനും വൃത്തികേടായി കിടക്കുന്നു. എന്റെ കാര്യം എന്നറിയാം നിങ്ങൾക്ക്? ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ, തൻ്റെ മസ്ലഹത്തല്ലാതെ, തൻ്റെ നന്മയല്ലാതെ, തൻ്റെ ഗുണമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് മക്കൾ ഇങ്ങനെ മാറി വരികയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ? പണ്ടൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി എന്ത് കഷ്ടപ്പാടും സഹിച്ച് നമ്മളെ കുട്ടികൾ നിൽക്കും.
ഇന്നെന്താ അറിയൂ, നമ്മുടെ സുഖലോലുപമായ നമ്മുടെ വീട്ടിൽ നിന്ന് ഭർത്തൃ വീട്ടിലെത്തിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, ചെറിയൊരു പെരുമാറ്റം, അമ്മായിമ്മന്റെ മുഖത്ത് ചെറിയൊരു മുഖത്തിലൊരു ഭാവമാറ്റം കണ്ടാൽ സഹിക്കാൻ കഴിയാതെ അവർ ഇറങ്ങിപ്പോരും. നമ്മൾ തലമുറ മാറണം, അവർക്ക് ആസ്വദിക്കണം, സന്തോഷിക്കണം. ഈ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്ത്? രണ്ട് കാര്യമുള്ളൂ. ഒന്ന് ഈ അവിഹിത ബന്ധങ്ങൾ, സെക്സ്. രണ്ടാമത്തത് ലഹരി. എല്ലാ ആസ്വാദനങ്ങളും സ്വതന്ത്രവാദങ്ങളും എത്തുന്നത് അവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ശരിയായ ബോധം കൊടുക്കാൻ ഇന്ന് നമ്മൾ പരിശ്രമിക്കണം. മദ്രസ പോകണ്ടല്ലോ, സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് നിങ്ങൾ കൊടുക്കണം. അതുതന്നെയാണ് അതിൻ്റെ പരിഹാരം. അത് ഓരോ പ്രായത്തിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ അപകടങ്ങൾ അവരിലേക്ക് എത്തും. ഈ അവിഹിത ബന്ധങ്ങളും പ്രേമങ്ങളൊക്കെ ഉണ്ടാകണം തരാം, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. ഞാനത് വെറുതെ പറയല്ല. ഈ പ്രേമത്തിലൊക്കെ കുടുങ്ങി ഇനി ഒരു നിലക്കും ഞാൻ തിരിച്ചില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ ഇസ്ലാമിക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവർ മാറി വരുന്നുണ്ടല്ലോ, അവർ മാറ്റി പറയുന്നുണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. ഇതിലൊരു പെൺകുട്ടി എന്നോട് ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒഴിവാക്കി, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഒഴിവാക്കി, പക്ഷെ മനസ്സിൽ നിന്ന് അതാണ് പോയി കിട്ടാനുള്ള ഒരു വിദ്യയും കൂടി നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, ബാക്കിയൊക്കെ ആയി എന്നാണ്. എന്തായാലും ഞാൻ അയാളെ വിട്ടു. അവർക്ക് പറ്റണില്ല. അപ്പൊ ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ബോധം കൊടുക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അവർക്ക് മാറാൻ പറ്റും. ആ ബോധം നേരത്തെ കൂട്ടി പ്രായത്തിലും സമയത്തിലും കൊടുക്കാനുള്ള അവസരങ്ങളെ നമ്മൾ, അതിലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, അതിലുള്ള അവസരങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ വിളിച്ചു ചേർത്തിട്ട് അവർക്ക് പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. മാറ്റങ്ങൾ പല രംഗത്താണ്. വേറൊരു മാറ്റം തരങ്ങൾ ഇപ്പോഴത്തെ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർക്ക് വന്നൊരു മാറ്റമാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. ഇപ്പൊ ഈ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും എങ്ങനെയാണ് നിങ്ങൾ പണ്ടൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ഒരു വിവാഹം ആവശ്യമാണ്, അതിനുള്ള സൗകര്യങ്ങൾ വേണം, പണം ഉണ്ടാക്കണം, പണ്ടം ഉണ്ടാക്കണം. മുമ്പൊക്കെ വാപ്പാരങ്ങനെ പറഞ്ഞു, നിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ പെണ്ണിട്ടിക്കോ, നിന്റെ അടുത്ത് മഹർ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചോ എന്താ പറഞ്ഞത്. ഇന്ന് അങ്ങനെയല്ല സുഹൃത്തുക്കളെ. ഇന്നെല്ലാം അവനെടുക്കുന്ന എല്ലാ വസ്ത്രവും സൗകര്യങ്ങളും എല്ലാം മാതാപിതാക്കളാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ അറിയൂ, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രൂപത്തിലാണ് ഇന്ന് വിവാഹിതർ പെരുമാറുന്നത്. അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് സുഹൃത്തുക്കളെ. ഒരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിക്കുണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് പിന്നെ ഒരു പൈസ പോലും അവളുടെ വാപ്പയിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഇഷ്ടല്ല, അമ്മായിമ്മയിൽ നിന്ന് വാങ്ങാൻ ഇഷ്ടല്ല, അമ്മോശനിൽ നിന്ന് വാങ്ങാൻ ഇഷ്ടല്ല. അവൾക്കത് ഭർത്താവ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവൾ അധ്വാനിച്ചുണ്ടാക്കണം. അങ്ങനെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഒരു പെണ്ണും വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയും തന്റെ വീടിനെ ആശ്രയിക്കാൻ, കടം വാങ്ങാൻ പോലും തന്റെ വീട്ടിൽ പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ചെറുപ്പക്കാരാ, നിങ്ങൾ മനസ്സിലാക്കണം, നിനക്കൊരു ഭാര്യയുണ്ടോ, അവൾ കഴിക്കുന്ന ഭക്ഷണം നിന്റേതാവണം, അവൾ ഉടുക്കുന്ന ഉടുപ്പ് നിന്റേതാവണം, അവളുടെ കഴുത്തിലെ ആഭരണങ്ങൾ നിന്റേതാകണം. ഇതിന്റെ വകയല്ല സുഹൃത്തുക്കളെ. അർരിജാലു ഖവ്വാമൂന അലന്നിസാഇ ബിമാ ഫല്ലല്ലാഹു ബഅ്ദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. സ്വത്ത് കൊടുത്തുകൊണ്ടാണ്, പണം ചെലവാക്കിക്കൊണ്ടാണ് പുരുഷൻ തൻ്റെ ഭാര്യയുടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പം നിരുത്തരവാദപരമായി പെരുമാറുന്ന ഭർത്താക്കന്മാർ ഇന്നങ്ങനെ. അതുകൊണ്ടാണ് നമ്മുടെ പല പെൺകുട്ടികളും വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഉപ്പ എന്നെ കെട്ടിച്ചത് എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. ഒരു മാറ്റം ആ രംഗത്ത് വേണം. ആ പെണ്ണിനെ തലോടാനും അവളോട് സംസാരിക്കാനും അവളോട് പറയാനും അവളോട് സ്നേഹിക്കാനും അവളെ കൂടെ പോകാനും ഒക്കെയുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം സുഹൃത്തുക്കളെ. ഞാൻ മാറ്റം എന്ന് പറഞ്ഞ വെറുതെ അടുത്തൊരു മാറ്റം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ വന്ന മാറ്റാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരാളിപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ഉപ്പനെ ഡിസ്ചാർജ് ചെയ്യാണ്, ഉപ്പനെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യാണ്. അപ്പൊ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പറയണത് എന്താ വെച്ചാൽ, നമുക്കൊരു ആയുർവേദത്തിന്റെ ഒരു റിസോർട്ട് ഉണ്ട്, ഓൾഡ് ഏജ് ഹോം, വൃദ്ധസദനം എന്നാ പറയാം, അവിടേക്ക് കൊണ്ടുപോകാന്നാണ് എല്ലാവരും പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, ചെറിയ മകൻ ഞാൻ നോക്കിക്കോളാം, ഞാൻ ജോലി ഒഴിവാക്കി ഒക്കെ ഒഴിവാക്കി വാപ്പക്ക് അസുഖമായിട്ട് വന്നതാണ്. അപ്പൊ അവരെന്നോട് പറയണത് എന്താ വെച്ചാൽ, നീ എന്തിനാ ജോലി കളയണത്, നിനക്ക് ഭാവിയിൽ ജീവിക്കണ്ടേ, ഇപ്പോഴേ നിനക്കൊരു ജോലി ഉണ്ടാക്കാനും സമ്പാദിക്കാനും പറ്റുള്ളൂ. അവിടെ നിന്ന് അവിടേക്ക് പൈസ കൊടുക്കും, വാപ്പാക്ക് വീട്ടിലേക്കാളും സുഖമായിട്ട് നിൽക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പാടെ നിൽക്കുക, എന്നിട്ട് വാപ്പനോട് ചോദിക്കുക, വാപ്പ അങ്ങനെ ഒരു സൗകര്യം, ഒരു ആയുർവേദ റിസോർട്ടും ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഞാനും റെഡിയാണ്, വാപ്പ എങ്ങിട്ടാ പോരുന്നത്. ഓൻ ചോദിച്ചു. വാപ്പയമ്മയും പറഞ്ഞു, ഞങ്ങൾ ഓൻ്റെ ഒപ്പം പോയിക്കോളാം, ഒരു സൗകര്യം ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്നാണ്. ആ മനസ്സാണ്. അത് മനസ്സിലാവാ, അത് വാപ്പനോട് ചോദിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ട, ഫത്വ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് സമൂഹം മാറി. ഒരു കാര്യം ആലോചിക്കുക സുഹൃത്തുക്കളെ, ഇന്ന് ഈ ചോദ്യം അടുത്ത തലമുറയിൽ ആവർത്തിച്ച് ചോദിക്കാനിരിക്കുന്നു. എന്താ ചോദിക്കാനിരിക്കുന്ന നിറങ്ങൾ? പെൺകുട്ടികൾ മുല കുടിക്കുന്ന കുട്ടികളെ വീട്ടിലിട്ട് പോവുകയാണ്.
പഠിക്കാനായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ ഒന്നിനും നമ്മൾ എതിരല്ല. എന്നിട്ട് എന്താ പറയുക, എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. പാലും കാത്തിരിക്കുന്ന കുട്ടി എന്താ ചെയ്യണത് നിങ്ങൾ ആ രംഗം എന്താ അറിയോ? ഉമ്മ ജോലി കഴിഞ്ഞ് മുല കുടിക്കാൻ ഉമ്മയെ കാത്തിരിക്കുന്ന കുട്ടി എന്ത് ചെയ്യാ അറിയോ? ഉമ്മ ഷൂ അയക്കുമ്പോൾ കൂടി കൊടുക്കാണ്. ഉമ്മ ഷൂ അയക്കുമ്പോൾ കൂടി കൊടുക്കണം. എന്തിനാണ് ഷൂ അയക്കുന്നത്? വേഗം ആ അമ്മിഞ്ഞ പാല് കിട്ടാൻ. ഖുർആനിലൊരു ആയത്തുണ്ട്, ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ. മുലപ്പാലിന് ദാഹിച്ച് വീട്ടിലിരിക്കുന്ന മക്കളെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഉമ്മമാർക്ക് വേണ്ടി വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹാൻ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്തുകൊണ്ട് അറിയങ്ങൾ? 30 മാസം ഗർഭവും മുലയൂട്ടിലും എന്നാണ്. 30 മാസം ഗർഭത്തിൽ എങ്ങനെയാണോ കുട്ടി കിടന്നത് അതുപോലെ കുട്ടിയോട് കൂടെ ഉണ്ടാവേണ്ടതാണ് സുഹൃത്തുക്കളെ ബാക്കി മാസങ്ങൾ. 9 മാസം കഴിച്ച് ബാക്കിയൊക്കെ മുലയൂട്ടാൻ വേണ്ടി നിശ്ചയിച്ചതാണ്. വൽവാലിദാതു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 2 വർഷം മുല കുടിക്കണം. കുട്ടി മുലപ്പാലിന് കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കുട്ടിനെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന ഉമ്മനെ ഏതെങ്കിലും റിസോർട്ടിലോ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടുപോയി ആക്കാൻ പോലും ചിലപ്പോൾ അന്ന് മനസ്സുണ്ടാവില്ല. റോട്ടിൽ തട്ടി എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ഒരു ഹോട്ടലിൽ ഇറക്കിയിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കുന്ന തീന്മേശയിൽ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കാറ് കയറി തിരിച്ചു പോരുന്ന അവസ്ഥയിലേക്ക് ഭാവി തലമുറ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മൾ വേണം. കുട്ടികൾക്ക് നമ്മൾ സ്നേഹം നൽകണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് വളരെ സ്നേഹത്തിലും ഔദാര്യത്തിലും നമ്മൾ ജീവിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നത് എന്താ നിങ്ങൾ, എല്ലാം കണ്ടല്ലേ സുഹൃത്തുക്കളെ പഠിക്കുക. എല്ലാം കുട്ടികൾ കണ്ടാണ് പഠിക്കുക. അപ്പൊ കണ്ടു പഠിക്കുമ്പോൾ എന്താ കാണുക നിങ്ങൾ നമ്മളെ വാപ്പാനും ഉമ്മാനും നോക്കുന്നത് നമ്മളെ കുട്ടികൾ ഇങ്ങനെ കാണുമല്ലേ. എപ്പോഴും വാപ്പാനെ ബാത്റൂമിൽ കൊണ്ടുപോകണത്, ഉമ്മാക്ക് ചോറ് വാരി കൊടുക്കണത്, അവർക്ക് ഡ്രസ്സ് അലക്കി കൊടുക്കണത്, അവർ പറയുന്ന മറുപടി പറയണതൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട നിങ്ങൾ, നമ്മളെ മക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്തിനുള്ള ട്രെയിനിങ് ആരോ അതേ പ്രായം, ഇന്ന് എൻ്റെ ഉമ്മക്കുള്ള പ്രായം എനിക്കാകുമ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കണം എന്ന ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. ആ ട്രെയിനിങ് ശരിക്കാണോ എന്ന് പോയിട്ടൊന്ന് ആലോചിച്ചാൽ നമ്മളെ വാപ്പക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ മക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്തിനറിയോ? വയസ്സായ നമ്മളെ നോക്കാനുള്ള ട്രെയിനിങ്. അത് തത്ബീഖിയാണ്, പ്രായോഗികമാണ്. എങ്ങനെ പ്രായോഗികം? നമ്മളെ വാപ്പാനും ഇമ്മാനും നോക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് മക്കൾക്ക് തോന്നുന്നത്. തിരിച്ചു കിട്ടും. എവിടെയെങ്കിലും മാതാപിതാക്കൾ അവഗണിച്ച്. ഇന്ന് രാവിലെ ഞാനൊരു സൈറ്റിൽ പോയി, പള്ളിൻ്റെ സൈറ്റിൽ പോയി. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇത് ഇന്നാളെ വീടാണ്, ഇത് അയാളുടെ തറവാടാണ്, ഈ തറവാട് പൂട്ടിക്കിടക്കണ്. എന്താ ചോദിച്ചു. അവൻ്റെ ഉമ്മ ഉണ്ട്, ഉമ്മ അവൻ്റെ അടുത്ത് നിൽക്കൂല. അന്തേ? ഉമ്മൻ അവൻ നോക്കൂല. പെങ്ങളെ വീട്ടിലാണ് താമസം. ഉമ്മ പെങ്ങളെ വീട്ടിലാണ് താമസം, അവന്റെ കൂടെ നിൽക്കൂലമ്മ. എന്തേ നിൽക്കാതിരിക്കാൻ കാരണം? ആലോചിക്കണം, അവൻ മക്കളോടൊപ്പം ആ വീട്ടിലുണ്ട്. ഇനി മറ്റൊരു നാളിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരാൾ അയാൾ കിടക്കുന്ന വീട് ചൂണ്ടിക്കാട്ടി പറയും, എന്തില്ല ഇവിടെ ആരുമില്ല തറവാട്ടിൽ, മകന്റെ അടുത്ത് നിൽക്കൂല, അയാൾ പെങ്ങളെടുത്താണെന്ന് പറയും. അങ്ങനെ ഒരു പെങ്ങൾ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടും. നാളെ പരലോകത്ത് സ്വർഗം ഈസിയായി നേടാനുള്ള മാർഗം വയസ്സായ ഒരു മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ട് മരുമക്കളെ, ചെറിയ മകന്റെ ഭാര്യയായതിൽ നിങ്ങൾ വിഷമിക്കരുത്. നല്ലൊരു നിയ്യത്ത് വെച്ച് ആ ഉമ്മനെ നിങ്ങൾ നോക്കിയാൽ, ആ വയസ്സായ ഉമ്മയെ നോക്കിയത് മതി നമുക്ക് സ്വർഗം കിട്ടാൻ. സുഹൃത്തുക്കളെ, കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് തീരാത്ത വിശാലമായ ലോകമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇന്ന് ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഈ പരിഹാരങ്ങൾ അന്വേഷിച്ചാൽ എൻ്റെ കുടുംബജീവിതവും ഒരു പരിഹാരത്തിലെത്തും. അവിടെയും സന്തോഷം വിടരും, അവിടെയും ഞങ്ങൾക്ക് ചിരിച്ചുറങ്ങാനാകും, അവിടെ ഞങ്ങൾക്ക് സന്തോഷിക്കാനാകും. സ്വർഗത്തിൻ്റെ കട്ടിലുകളിൽ സമാധാനത്തോടെ ഇരിക്കുന്ന ആ കുടുംബജീവിതവും മനോഹരമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയെങ്കിലും ഈ സംസാരം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. തീർച്ചയായും നമ്മുടെ സന്താനങ്ങളിൽ നിന്ന്, ഇണകളിൽ നിന്ന് അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ.